അതൊക്കെ സഹാബത്ത് പരസ്പരം ആയാലും അതേ സപ്പോർട്ടുള്ള ആളുകളൊക്കെ പലരും പെട്ടുകൊണ്ട് ഒക്കെ സഹാബത്തെ പറഞ്ഞാലേ വേറെ സഹാബികളോടും കൂടെ നടന്നു പോകുമ്പോ സൈഡിൽ നിൽക്കുന്ന മരങ്ങൾ അസ്സലാമു അലൈക യാ റസൂലല്ലാഹ്, മരങ്ങൾ കല്ലുകൾ അസ്സലാമു അലൈക യാ റസൂലല്ലാഹ്. അതുകൊണ്ടാണ് ആ കുതിര വെച്ചപ്പോൾ തന്നെ കൊണ്ടാണല്ലേ പേർഷ്യക്കാരൻ തീ കെട്ടുപോയില്ലേ, പേർഷ്യക്കാരൻ തീ കെട്ടുപോയില്ലേ, സാവാ തടാകം മറ്റ് വരണ്ടില്ലേ, സമാമാത്ത ചെലവിൽ ഒരു സമുദ്രത്തിലും മറവൊക്കെ ഇതൊക്കെ അനുഭവജ്ഞാനമല്ലേ, അവർക്കാർക്ക് അത് സംശയമില്ല. അന്ന് പേർഷ്യൻ രാജാവ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുവരാൻ വേണ്ടി ഒരു വിഭാഗം ആളുകളെ പറഞ്ഞയച്ചു. സാമ്രാജ്യത്വത്തിന്റെ തേർവാഴ്ചയിൽ അതിന്റെ ഉന്നത നിലവാരത്തിൽ നിന്ന ഇറാൻ രാജാവ് അഥവാ പേർഷ്യൻ രാജാവ് കിസ്റാ ചക്രവർത്തി മക്കയിൽ വന്നിരിക്കുന്ന പുതിയ ആ മനുഷ്യരെ നിങ്ങൾ അറസ്റ്റ് ചെയ്ത് എന്റെ മുമ്പിൽ ഹാജരാക്കണമെന്ന് പറഞ്ഞ് പട്ടാളത്തിന്റെ കിങ്കരന്മാർ പറഞ്ഞയച്ചപ്പോൾ മദീനയിൽ വന്നു. മദീനയിൽ വന്നു നോക്കുമ്പോ രാജകൊട്ടാരം കാണാനില്ല. അവരന്വേഷിച്ച് അവിടെ യാതൊരു പ്രത്യേകതയും കാണുന്നില്ല. ആരാണ് ഇവിടുത്തെ രാജാവ്, ഇവിടുത്തെ ഭരണകർത്താവാരാണ്, അദ്ദേഹത്തിന്റെ പേര് മുഹമ്മദ് എന്നാണ് എന്ന് പറഞ്ഞ് അവർ അന്വേഷിച്ചപ്പോഴാണ് ഓരോ മേലെ പള്ളിക്കകത്തിരിക്കുന്ന ഭരണകർത്താവിനെ കാണുന്നത് മുത്ത് മുഹമ്മദ് മുസ്തഫ റസൂലുള്ളാഹി. ഏതാണ് സന്ധ്യാസമയത്ത് നബിയെ സമീപിച്ച വിഭാഗത്തിലെ അല്ലാഹുവിന്റെ റസൂല് സ്വീകരിക്കുകയും ഭക്ഷണം കൊടുക്കാൻ അന്നരാത്ത് താമസിക്കാനും ഒക്കെ ഏർപ്പാട് ചെയ്തു. എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കാൻ ഏൽപ്പിച്ചു. അങ്ങനെ അവർക്ക് വേണ്ട ഭക്ഷണം നൽകി, അവർക്ക് പാർപ്പിടം നൽകി. റസൂൽ പറഞ്ഞു, നിങ്ങൾക്ക് എന്നെ മുഖം കാണിക്കുന്ന സമ്പ്രദായം നാളെ സുബഹിക്ക് ശേഷം ആവാമെന്ന അവർക്ക് ടൈം നൽകിക്കൊണ്ട് റസൂൽ വീട്ടിലേക്ക് പോയി. ഏത് സുബഹിസ്കാരാനന്തരം അല്ലാഹുവിന്റെ റസൂല് പ്രജകൾക്ക് വേണ്ടിയിരുന്ന കൂട്ടത്തിൽ വാസ്തവത്തിൽ അവരെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകാൻ വന്നവരാണ്. അതെ, അവിടുത്തെ കിസ്റാ ചക്രവർത്തിയുടെ മുൻപിൽ നബി അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയി അവിടെ ഹാജരാക്കാൻ വേണ്ടി നിയോഗിക്കപ്പെട്ട കിങ്കരന്മാരാണ്. ഹബീബിന്റെ മുന്നിൽ എഴുന്നേറ്റുന്നു. അവർ പറഞ്ഞു, മുഹമ്മദേ, നിന്നെ കിസ്റാ രാജാവ് ക്ഷണിക്കുന്നുണ്ട്, ഞങ്ങളോടൊപ്പം വിധേയനായിക്കൊണ്ട് വരികയാണെങ്കിൽ ഞങ്ങൾക്ക് അതാണ് ഇഷ്ടം, അത് നല്ലത്. അതല്ല, താങ്കൾ ഒരാൾക്ക് സമ്മതിക്കുകയാണെങ്കിൽ താങ്കൾ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകാൻ ഞങ്ങളോട് ഏൽപ്പിച്ചിട്ടുണ്ട്. ശരിയാണ്, ഞങ്ങൾക്ക് കൊണ്ടുപോവുക ചെയ്യാം. പക്ഷെ ഈ നിങ്ങളുടെ രാജാവ് ഇന്നലെ രാത്രി ഇത് പോകാനോ, നിങ്ങളുടെ രാജാവ് അടിച്ചു പോയാ രാജാവ് ബന്ധത്തിൽ അടുത്ത ബന്ധത്തിൽപ്പെട്ട ഒരാള് ഒന്ന് അയാൾ കണ്ണാളിലേക്ക് പോയി. ഇവരാണ് നോക്കുമ്പോ എന്താ അത് ശരിയാണ്. സഹാബികൾ ഈ സംഭവം ബഹുമാനപ്പെട്ട എത്രയൊക്കെ സംഭവങ്ങൾ, ഇതൊക്കെ സഹാബത്തിന് അനുഭവജ്ഞാനമാണെന്ന് ഇത് ആർക്കും നിഷേധിക്കാൻ കഴിയില്ലല്ലോ. അതുകൊണ്ടാണ് ബഹുമാനപ്പെട്ട മുഹമ്മദ് മുസ്തഫ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംബന്ധിച്ച് സഹാബികൾ ഒരു മൗലൂദ് ഉണ്ടാക്കുന്നത്. നമ്മളെ മൗലൂദ് ഉണ്ടാക്കുന്ന ആൾക്കാർ സഹാബികൾ ഉണ്ടാക്കിയ ആൾക്കാർ ആ മൗലൂദ് നമുക്ക് ഈ മൗലൂദ് സഹീഹ് ബുഖാരിയിലാണ്. നമ്മുടെ മൗലൂദിൽ അത്രയും കൂടിയ വാക്ക്, അത്രയും വലിയ കൂടിയ വാക്കാണ് അവരെ. എന്താണ് പറയാം? സ്വലാത്തും തസ്ലീമും
وأزكى تحيتي على المصطفى المختار خير البرية وفينا رسول الله يتلو كتابه إذا انشق معروف من الفجر ساطع صلاة وتسليم وأزكى تحيتي على المصطفى المختار خير البرية أرانا الهدى بعد العمى فقلوبنا به موقنات ما قال واقع صلاة وتسليم وأزكى تحيتي على المصطفى المختار خير البرية صحيح البخاري رحمه الله توحيد صحابي പറഞ്ഞ വഫീനാ റസൂലുള്ളാഹി യത്ലൂ കിതാബഹു അല്ലാഹുവിന്റെ ഗ്രന്ഥം പാരായണം ചെയ്യുന്ന ഒരു പ്രവാചകൻ ഞങ്ങളുടെ കൂട്ടത്തിലുണ്ട്. എപ്പോഴാണ് അത് പാരായണം ചെയ്യുന്നത്? ഇദൻ ശഖ മഅറൂഫുൻ മിനൽ ഫജ്രി സാതിഉ ആ പ്രഭാതം പൊട്ടിവീഴുന്ന ഘട്ടത്തിൽ അല്ലാഹുവിന്റെ ഗ്രന്ഥം പാരായണം ചെയ്യുന്ന പ്രവാചകൻ ഞങ്ങളിലുണ്ട്. ആ നബിയെ കുറിച്ച് എന്ന് പറയണമെങ്കിലോ ആ നബി എന്താണെന്നല്ലേ അതേ ഇരുളിന്റെ ആ ഭയങ്കരമായ അന്ധകാരത്തിൽ നിന്ന് ഞങ്ങൾക്ക് മോചനം നൽകി മാർഗദർശനത്തിന്റെ ആ വെളിച്ചം ഞങ്ങളിലേക്ക് തൂങ്ങിത്തന്ന മുത്ത് മുഹമ്മദ് മുസ്തഫ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ നബിയെ കുറിച്ച് ഞങ്ങളുടെ സഹാബത്തിന്റെ മനോദര എന്താണെന്ന് അറിയാമോ? ലോകമേ, ലോകത്തിനോട് മുഴുവൻ പറയാണ്, സുന്നികൾ അടങ്ങുന്ന ലോകത്തിനോട്, മുഅ്തസിലീകൾ അടങ്ങുന്ന ലോകത്തിനോട്, സകലമായ ജനങ്ങളോടും ബഹുമാനപ്പെട്ട ഇമാം ബുഖാരി ഉദ്ധരിച്ച ഹദീസിലൂടെ ബഹുമാനപ്പെട്ട സ്വഹാബത്ത് ലോകത്തിനോട് മുമ്പിൽ വിളംബരം ചെയ്യുകയാണ്. നിങ്ങൾ സാധാരണക്കാരെന്ന് ഒരു വിഭാഗം പറയുമ്പോ, അസാധാരണ വ്യക്തിയാണെന്ന് മറ്റൊരു വിഭാഗം പറയുമ്പോ, ഒരു പോസ്റ്റ്മാനാണെന്ന് ഒരു വിഭാഗം പറയുമ്പോ, ആ റസൂലുള്ളാഹി നമ്മെ പോലെ ഒരു വ്യക്തിയാണെന്ന് നിങ്ങൾ ഒരു വിഭാഗം പറയുമ്പോ, അല്ലാഹുവും റസൂലും ഞങ്ങളോട് പിൻപറ്റാതെ ഏൽപ്പിച്ചിരിക്കുന്ന സ്വഹാബികളായി ഞങ്ങൾക്ക് ലോകത്തിന്റെ മുന്നിൽ പറഞ്ഞിട്ടുള്ള കാര്യം ഞങ്ങൾ തുറന്നു പറയട്ടെ. അറാനൽ ഹുദാ ബഅദൽ അമാ ഫഖുലൂബുനാ. ആ നബിയെ കുറിച്ച് ഞങ്ങൾക്കുള്ള ധാരണ, ഞങ്ങളുടെ മനസ്സിലുള്ള ആശയം എന്താണെന്നല്ലേ? ബിഹി മുഖിനാതുൻ വഖദ വഖിഉ. അല്ലാഹുവിന്റെ പ്രവാചകൻ മറഞ്ഞ കാര്യങ്ങൾ അറിയുന്ന നബിയാണ്. കാര്യത്തെ സംബന്ധിച്ച് ആ റസൂൽ എന്തെങ്കിലും പറഞ്ഞാൽ അത് അപ്രകാരം തന്നെ വരുമെന്ന് ഉറച്ച് വിശ്വസിക്കുന്ന മനസ്സുകളാണ് സഹാബികളായ ഞങ്ങളുടെ മനസ്സെന്ന് എന്ന് ഉറക്കെ പ്രഖ്യാപിച്ച സഹാബത്ത്. അതെ, നിങ്ങൾ എന്ത് വേണമെങ്കിലും പറഞ്ഞോ, ശിവായി എന്ന് വിളിച്ചോ, മനുഷ്യനെന്ന് പറഞ്ഞോ, സാധാരണക്കാരെന്ന് പറഞ്ഞോ, പക്ഷേ അതാരെന്ന് സർട്ടിഫിക്കറ്റ് തരേണ്ടവർ ഞങ്ങളാണ്. ആ ഞങ്ങളാണ് ഈ പറയുന്നത്. അല്ലാഹുവിന്റെ റസൂൽ ഭാവികാലം പറയുന്ന ആളാണ്. ആ പുണ്യം പ്രമാണത്തിൽ അത് അനുഭവജ്ഞാനത്തിലൂടെ ബോധ്യപ്പെട്ട സഹാബത്തിന്റെ ഈമാൻ. ഇതൊക്കെ മാനസികമായ മുന്നേറ്റങ്ങളിലൂടെയാണ് അവർ നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഈ മനോയജ്ഞത്തിനാണ് റസൂൽ പഠിപ്പിച്ചത്. നിങ്ങളുടെ മനസ്സിനെ ശുദ്ധീകരിക്കണം.
ഈ ഖുർആനിലൊന്നും എല്ലാം ഉണ്ട്. ഖുർആനില്ലാത്തത് ഒന്നുമില്ല. അതന്നെ ഖുർആന്റെ മഹത്വം. ശുദ്ധ ഖുർആനിനെ കുറിച്ച് നമ്മളൊന്ന് സെർച്ച് ചെയ്യുകയാണെങ്കിൽ പിന്നെയും റിസർച്ച് ചെയ്യുന്നതാണ് നമ്മുടെ ആ ജാതി പ്രയോഗങ്ങളാണ്. ഖുർആനില്ലാത്തത് ഒന്നുമില്ല. ലോകത്തുള്ള സകലമാർഗമാർക്കും വിശുദ്ധ ഖുർആനിലുണ്ട്. എവിടെയും ഒരു ചോർച്ച ഉണ്ടാകേണ്ട ഖുർആൻ ഒരു മാറ്റർ പറഞ്ഞാൽ അത് ഒരിക്കലും വെള്ളം ചോദിക്കാതെ അതാണ് ഖുർആൻ പ്രത്യേകത. ആ ഖുർആൻ തന്നെ വളരെ വ്യക്തമായി പറയുന്നത് മുഹമ്മദ് മുസ്തഫ റസൂലുള്ളാഹി വളരെ മഹാനായ വ്യക്തിയാണ്. താങ്കളുടെ പ്രത്യേകത പ്രത്യേകത സൗന്ദര്യം നേരിട്ടപ്പെട്ട സൗന്ദര്യം അതുപോലെ തന്നെ ധീരതം എല്ലാം കൊണ്ടും ആരുകാര്യങ്ങൾ പറയാൻ കഴിയും, ആരുകാര്യങ്ങൾ അറിയും, അന്യകാര്യങ്ങൾ അറിയുന്ന ആ പ്രവചനം പ്രത്യേകത. ആ പുണ്യപ്രവാചകനെ അല്ലാഹുത്താൽ പുകഴ്ത്തി എന്ത് പറഞ്ഞിട്ടാണ് നോക്കുമ്പോഴാണ് മനഃശാസ്ത്രത്തിന്റെ ആ മഹത്വം നമുക്കറിയും. അതാ സുഫീസത്തിന്റെ മനഃതത്വം. താങ്കള് ഒരു ഭയങ്കര സൗന്ദര്യത്തിന്റെ ഉടമയാണ് എന്നല്ല കീർത്തനം പറഞ്ഞ് പ്രകീർത്തിച്ചത്, പ്രശംസിച്ചത്. താങ്കളുടെ കളർ അടിപൊളി കളറാണ് എന്നല്ല റസൂലുള്ളാഹി പ്രശംസിച്ചത്. ആരുടെ റസൂലിനെ പ്രശംസിച്ചത് എന്ന് പറഞ്ഞറിയാമോ? അടിപൊളി സ്വഭാവമാണ്. സ്വഭാവം മനസ്സിന്റെ പ്രകടനമാണ്. സ്വഭാവം എന്ന് പറയുന്നത് മനസ്സിന്റെ അവസ്ഥയുടെ ബഹിർഗമനമാണ്. അവയവങ്ങളിലൂടെ സംഭവിക്കുന്നതാണ് സ്വഭാവം. സ്വഭാവത്തിന്റെ നിർവചനം അങ്ങനെ. ഒരു മനുഷ്യന്റെ മനസ്സിന്റെ അവസ്ഥ അത് രണ്ടവസ്ഥ ഉണ്ടാവും. ഒന്നുകിൽ നല്ലത് അല്ലെങ്കിൽ കണ്ടത്. ഈ രണ്ടവസ്ഥയിൽ നിന്ന് ഏതൊരവസ്ഥയാണോ തന്റെ മനസ്സ് ഫീഡ് ചെയ്തിരിക്കുന്നതെങ്കിൽ ആ അവസ്ഥയുടെ ബഹിർഗമനമാണ് നമ്മുടെ അവയവങ്ങളിലൂടെ പ്രകടമാകുന്നത്. നാവിലൂടെ, കണ്ണിലൂടെ, കാലിലൂടെ, കയ്യിലൂടെ ഒക്കെ. അപ്പൊ ചീത്തയാണ് നമ്മുടെ മനസ്സ് വീഴുന്നതെങ്കിൽ നമ്മുടെ വായിൽ ചീത്ത വരും, ഭീഷണി പറയും, കണ പറയും, ചീത്ത പറയും, ചീത്ത കാര്യങ്ങൾ. മനസ്സ് നല്ലതാണെങ്കിലോ നല്ല കാര്യങ്ങളെ പ്രകടമാകും. അതാ സ്വഭാവം. ആ സ്വഭാവം വളരെ മഹത്തായ താങ്കളുടെ സ്വഭാവം ഭയങ്കരമാണ്. എനിക്കല്ലാഹു നൽകിയ മഹത്വത്തിൽ നിന്ന് ഏറ്റവും പ്രധാനപ്പെട്ട സ്വഭാവമാണ് ആ സ്വഭാവം. എന്നിട്ട് അള്ളാഹു അടവുന്ന ഫത്വൻ വലീദ് ഖൽബിനം ഫളൂ മിൻ ഹൗലിക്. താങ്കളുടെ സ്വഭാവിയായിരുന്നുവെങ്കിൽ ജനങ്ങളൊക്കെ താങ്കളെ വിട്ട് ഓടിപ്പോകുമായിരുന്നു. സ്വഭാവം കൊണ്ടാണ് പോകാത്തത്. എല്ലാവരും താങ്കൾ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് നടക്കുന്നത് ആ സ്വഭാവത്തിന്റെ പ്രത്യേകത കൊണ്ടാണ്. അതുകൊണ്ട് താങ്കളുടെ സ്വഭാവം അത്യുന്നതമാണ്. സ്വഭാവം കൊണ്ടാണ് സയ്യിദുൽ ഖൗം ജുനൈദുൽ ബഗ്ദാദി റളിയല്ലാഹു അൻഹു ആ സ്വഭാവത്തെ പറ്റി പറയാൻ അദ്ദീനു കുല്ലുഹാ ആദാബുൻ. ഈരുന്നവർക്കാൾ മുഴുവനും മര്യാദകളാണ്. അത്തരീഖത്തു കുല്ലുഹാ ആദാബുൻ. തരീഖത്ത് എന്ന് പറഞ്ഞാൽ ആദാബുകളാണ്. മര്യാദ പാലിക്കും, സമാവേശം മര്യാദ പാലിക്കും.